Hello, friends. Welcome back to English Time. Hope you are fine and safe. We shall hope and we shall pray that the days of distress would be over soon and the happy days would return at the earliest. Okay? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത് എടുത്തത് ദ സ്നേക്ക് ആൻഡ് ദ മിറർ എന്ന പാഠാണ്. I ask you some questions to remember yesterday's class. Are you ready? Okay. The sounds was a familiar one. The sound was a familiar one. What was the sound? It was a sound of something moving on the beam of the tiled roof in the house. The doctor thought that it was the sound of rat. It was sound of rats running across the beam. Okay. The second questions. What kind of a woman does the doctor want to marry? Why? Yes, the doctor wants to marry a woman doctor who had plenty of money and a good medical practice. She had to be fat. Right? Okay. Last questions. What happened when the doctor was sitting on his chair? What happened when the doctor was sitting on his chair? What is the answer? Yes, when the doctor was sitting on his chair, something fell from the roof with a thud. He saw that it was a snake. The fat snake wriggled over the back of the chair and landed on his shoulder. Isn't it? Yes, okay. ഇനി നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. 15ാമത്തെ പാരഗ്രാഫ്. At my slightest movement, the snake would strike me. ഏതെങ്കിലും ഒരു ദുർബല നിമിഷത്തിൽ പാമ്പ് തന്നെ കൊത്തുക തന്നെ ചെയ്യും. Death lurked 4 inches away. മരണം 4 ഇഞ്ച് അകലെ പതുങ്ങിയിരിക്കുന്നു. Suppose it struck. What was the medicine I had to take? ഇനി പാമ്പ് കൊത്തുകയാണെങ്കിൽ എന്ത് മെഡിസിനാണ് ഞാൻ കഴിക്കേണ്ടത്? There were no medicines in the room. ആ മുറിയിൽ യാതൊരുവിധ മരുന്നുകളുമില്ലായിരുന്നു. I was but a poor, foolish and stupid doctor. ഞാൻ പാവപ്പെട്ട, വിഡ്ഢിയായ, മൂഢനായ ഡോക്ടറായിരുന്നു. I forgot my danger and smiled feebly at myself. ഞാൻ അപകടത്തെക്കുറിച്ച് മറന്നു, എന്നിട്ട് ചെറുതായി പുഞ്ചിരിച്ചു. ലർക്ക് എന്ന് പറഞ്ഞാൽ LURK. മീനിങ് എന്താ? പതുങ്ങിയിരിക്കുക. ടു വെയിറ്റ് സംവെയർ സീക്രട്ട്. പതുങ്ങിയിരിക്കുന്നതിനാണ് ലർക്ക് എന്ന് പറയും. ഓക്കെ, നെക്സ്റ്റ് പാരഗ്രാഫ്. ഇറ്റ് സീംഡ് ആസ് ഇഫ് ഗോഡ് അപ്രീസിയേറ്റഡ് ദാറ്റ്. ദൈവത്തിന് അത് കണ്ടിട്ട് സന്തോഷം തോന്നിക്കണം. The snake turned its head. പാമ്പ് അതിൻ്റെ തല തിരിച്ചു. It looked into the mirror and saw its reflection. അത് തല തിരിച്ചിട്ട് കണ്ണാടിയിലേക്ക് നോക്കി തൻ്റെ പ്രതിബിംബം അവിടെ കണ്ടു. I do not claim that it was the first snake that had ever looked into a mirror. ആദ്യമായി കണ്ണാടിയിൽ നോക്കുന്ന പാമ്പാണെന്ന്
എനിക്ക് അവകാശപ്പെടാനൊന്നാവില്ല. But it was certain that the snake was looking into the mirror. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, പാമ്പ് കണ്ണാടിയിലേക്ക് തന്നെയാണ് നോക്കുന്നത് എന്ന കാര്യം ഉറപ്പാണ്. Was it admiring its own beauty? പാമ്പ് ഇങ്ങനെ കണ്ണാടിയിൽ നോക്കി സ്വന്തം സൗന്ദര്യം ആസ്വദിക്കുകയാണോ? Was it trying to make an important decision about growing a mustache, of using eyeshadow and mascara, or wearing a vermilion spot on its forehead? അങ്ങനെ സൗന്ദര്യം ആസ്വദിക്കുകയാണോ, അല്ലെങ്കിൽ ഒരു മേൽമീശ വെക്കുന്നതിനെക്കുറിച്ചോ, ഒരു ഐഷാഡോയോ മസ്കാരയോ ഉപയോഗിക്കുന്നതിനെക്കുറിച്ചോ, അല്ലെങ്കിൽ അതിൻ്റെ മേൽനെറ്റിയിൽ സിന്ദൂരക്കുറി തൊടുന്നതിനെക്കുറിച്ചോ ഒക്കെ ഒരു തീരുമാനമെടുക്കാൻ അത് ശ്രമിക്കുകയാണോ? ഇതൊക്കെ അദ്ദേഹത്തിന് ആ പാമ്പിനെ നോക്കിയിട്ട് ഇങ്ങനെ തോന്നുകയാണ്. ഇനി നെക്സ്റ്റ് പാരഗ്രാഫ്. ഇതൊക്കെ അദ്ദേഹം ചിന്തിക്കുകയാണ്. പക്ഷേ ഐ ഡി നോട്ട് നോ എനിത്തിങ് ഫോർ സെർട്ടൈൻ. എന്താണെന്ന് എനിക്ക് അറിയാൻ സാധിച്ചില്ല. വാട്ട് സെക്സ് വാസ് ദ സ്നേക്ക്? വാസ് ഇറ്റ് മെയിൽ ഓർ ഫീമെയിൽ? ഈ പാമ്പ് ഏത് തരത്തിലുള്ള പാമ്പാണ്? അത് പെണ്ണാണോ ആണാണോ? ഐ വിൽ നെവർ നോ. അതൊന്നും എനിക്കറിയില്ല. ഫോർ ദ സ്നേക്ക് unwound itself from my arm and slowly slid into my lap. അങ്ങനെ പാമ്പ് പതുക്കെ എൻ്റെ കയ്യിലെ ചുറ്റഴിച്ച് എൻ്റെ മടിയിലേക്ക് ഇഴഞ്ഞു കയറി. From there it crept onto the table and moved toward the mirror. അവിടെ നിന്നും മടിയിൽ നിന്നും അത് മേശയ്ക്ക് മുകളിൽ കയറി. എന്നിട്ട് കണ്ണാടിയിലേക്ക് നേരെ നോക്കി. Perhaps it wanted to enjoy its reflection at a closer quarter. കുറച്ചുകൂടി അതിൻ്റെ സ്വന്തം പ്രതിബിംബം കുറച്ചുകൂടി അടുത്ത് നിന്ന് കാണാൻ പാമ്പ് അങ്ങനെ ചെയ്തത്. അൺവൗണ്ടഡ് എന്ന് പറഞ്ഞാൽ, അൺവൈൻഡ് എന്ന് പറഞ്ഞാൽ ചുരുളൊക്കെ അഴിക്കുന്നതിനാണ് അൺവൈൻഡ്. ടു ബിക്കം അൺഡോൺ ആഫ്റ്റർ ബീയിങ് വൗണ്ട് ഇൻ എ ബോൾ ഓർ റൗണ്ട് സംതിങ്. ഈ സമയത്ത് ഐ വാസ് നോ മെയർ ഇമേജ് കട്ട് ഇൻ ഗ്രാനൈറ്റ്. ഞാൻ വെറും ഒരു ഗ്രാനൈറ്റിൽ പണി കഴിച്ച പ്രതിമയായിരുന്നില്ല. ഐ വാസ് സഡൻലി എ മാൻ ഓഫ് ഫ്ലഷ് ആൻഡ് ബ്ലഡ്. ഞാൻ പെട്ടെന്ന് രക്തവും മാംസവുമുള്ളൊരു പച്ച മനുഷ്യനായി മാറി. സ്റ്റിൽ ഹോൾഡിങ് മൈ ബ്രെത്ത് ഐ ഗോട്ട് അപ്പ് ഫ്രം ദ ചെയർ. ഐ ക്വിക്ക്ലി വെൻറ്റ് ഔട്ട് ത്രൂ ദ ഡോർ ഇൻ ടു ദ വരാന്ത. അതുവരെ ഞാനൊരു ഗ്രാനൈറ്റിൽ പണി കഴിച്ച പ്രതിമയായി ഇങ്ങനെ അനങ്ങാതെ നിൽക്കായിരുന്നു. പെട്ടെന്ന് അതൊക്കെ മാറി. പെട്ടെന്ന് രക്തവും മാംസവുമുള്ള പച്ച മനുഷ്യനായി മാറി. ശ്വാസം അടക്കി ഞാൻ കസേരയിൽ നിന്നും എണീറ്റു. വരാന്തയിലേക്കുള്ള വാതിൽ വഴി പുറത്തേക്കിറങ്ങി. From there I leapt into the yard and ran for all I was worth. അങ്ങനെ മുറ്റത്തേക്ക് ഇറങ്ങിയതും ഉള്ള സർവശക്തിയും ഉപയോഗിച്ച് സർവശക്തിയും ആർജിച്ചുകൊണ്ട് ഞാൻ ഓടി അവിടെ നിന്ന്. ഈച്ച് ഓഫ് us heaved a sigh of relief. ഞങ്ങൾ ആശ്വാസത്തോടെ ഒരു നെടുവീർപ്പിട്ടു. All of us light ബീഡീസ്. ഞങ്ങളെല്ലാവരും ബീഡി കത്തിച്ചു. Somebody asked, Doctor, is your wife very fat? ഡോക്ടർ, നിങ്ങളുടെ ഭാര്യ തടിച്ചിട്ടാണോ? No, the doctor said. Could will otherwise. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, No, the doctor said. God will otherwise. ദൈവം വേറൊരു തരത്തിലാണ് വിധിച്ചിട്ടുള്ളത്. My life companion is a thin, ruddy person with the gift of a sprinter.
എൻ്റെ ജീവിത പങ്കാളി തീരെ മെലിഞ്ഞ ഈറൽ പോലെയുള്ള ഒരു ഓട്ടക്കാരിയാണ് എന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു. അങ്ങനെ someone else asked, വേറെ ആരോ ചോദിച്ചു, ഡോക്ടർ, when you ran, did the snake follow you? ഡോക്ടർ, നിങ്ങൾ ഓടിയപ്പോൾ ആ പാമ്പ് നിങ്ങളെ പിന്തുടർന്നോ? The doctor replied, I ran and ran till I reached a friend's house. ഡോക്ടറുടെ മറുപടി, ഞാൻ ഓടി ഓടി ചെന്നെത്തിയത് ഒരു കൂട്ടുകാരൻ്റെ വീട്ടിലായിരുന്നു. Immediately I smeared oil all over myself and took a bath. ഞാൻ അവിടെ എത്തിയ ഉടനെ തന്നെ പെട്ടെന്ന് ഞാൻ എണ്ണക്ക ദേഹത്ത് പുരട്ടി ഒരു കുളിയങ്ങ് കടിച്ചു. ഐ ചേഞ്ച്ഡ് ഇൻ ടു ഫ്രഷ് ക്ലോത്ത്സ്. ഞാൻ നല്ല വസ്ത്രങ്ങളെടുത്ത് ധരിച്ചു. ദ നെക്സ്റ്റ് മോർണിംഗ് അറ്റ് അബൌട്ട് 8:30 ഐ ടുക്ക് മൈ ഫ്രണ്ട്സ് ആൻഡ് 1 or 2 others to my room to move my things from there. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഏകദേശം 8:30 ഞാൻ എൻ്റെ സുഹൃത്തിനെയും സുഹൃത്തിനെയും 1-2 പേരെയും കൂട്ടി എൻ്റെ മുറിയിലെത്തി. എന്തിനാ അവിടെ പോയത്? അവിടെയുള്ള എൻ്റെ സാധന സാമഗ്രികളൊക്കെ അവിടുന്ന് മാറ്റുകയായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. ബട്ട് വി ഫൗണ്ട് വി ഹാഡ് ലിറ്റിൽ ടു ക്യാരി. ഞങ്ങളുടെ ഉദ്ദേശം അവിടെ എത്തിയിട്ട് മാറ്റുകയായിരുന്നു, പക്ഷേ അവിടെ വളരെ കുറച്ച് സാധനങ്ങൾ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. Some thief had removed most of my things. The room had been cleaned out, but not really. The thief had left behind one thing as a final insult. പക്ഷേ സാധനങ്ങളൊക്കെ മാറ്റാൻ വേണ്ടി അവിടെ എത്തിയപ്പോൾ അവിടെ കുറച്ച് സാധനങ്ങളേ ഉള്ളൂ. കള്ളന്മാരെൻ്റെ സാധനങ്ങളെല്ലാം അടിച്ചു മാറ്റിയിരിക്കുന്നു. എൻ്റെ മുറി പൂർണ്ണമായും വൃത്തിയാക്കപ്പെട്ടു. അവസാനമായി കള്ളൻ എൻ്റെ ഒരു സാധനം മാത്രം അവിടെ ഇട്ടിട്ട് പോയി. വാട്ട് വാസ് ദാറ്റ്? ഐ ആസ്ക്ഡ്. എന്തായിരുന്നു അത്? ഞാൻ ചോദിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ദ ഡോക്ടർ സെഡ് മൈ വാസ് ദ ഡേർട്ടി വൺ. എൻ്റെ വൃത്തികെട്ട ബനിയൻ. ദ ഫെലോ ഹാഡ് സച്ച് എ സെൻസ് ഓഫ് ക്ലീൻനെസ്. ദ റാസ്കൽ കുഡ് ഹാവ് ടേക്കൺ ഇറ്റ് ആൻഡ് യൂസ്ഡ് ഇറ്റ് ആഫ്റ്റർ വാഷിംഗ് ഇറ്റ് വിത്ത് സോപ്പ് ആൻഡ് വാട്ടർ. ആ കള്ളൻ നല്ല വൃത്തിയുള്ള ഒരാളായിരിക്കണം. സോപ്പും വെള്ളവും ഉപയോഗിച്ച് വൃത്തിയാക്കിയതിന് ശേഷം അവന് വേണമെങ്കിൽ അത് ഉപയോഗിക്കാമായിരുന്നു. ഡു യു സീ ദ സ്നേക്ക് ദ നെക്സ്റ്റ് ഡേ ഡോക്ടർ? പിറ്റേ ദിവസം നിങ്ങൾ ആ പാമ്പിനെ കണ്ടോ? ദ ഡോക്ടർ ലാഫ്. ഹാവ് നെവർ ഇറ്റ് സിൻസ്. It was a snake which was taken with its own beauty. ഡോക്ടർ പുഞ്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാൻ പിന്നീട് അതിനെ കണ്ടിട്ടേയില്ല. സ്വന്തം സൗന്ദര്യം ആസ്വദിക്കുന്ന ഒരു പാമ്പായിരുന്നു അത്. ഓക്കെ, ഇതോടുകൂടി ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പം ഇതിലുള്ള വർക്ക് എക്സ്റ്റെൻഡ് ആക്ടിവിറ്റി എന്ന് കണ്ടില്ല നിങ്ങൾ? അവിടെ കളക്ട് സിമിലിയർ സ്റ്റോറീസ് ഇൻ ഇംഗ്ലീഷ് ഓർ മലയാളം ഷോയിങ് ദ ഹാർമണി ഓഫ് നേച്ചർ. ഉദാഹരണത്തിന് ഭൂമിയുടെ അവകാശികൾ എന്ന് പറയുന്ന ബഷീറിൻ്റെ പുസ്തകം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു കഥ നിങ്ങൾ കളക്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു സമ്മറി എഴുതിയിട്ട് എനിക്ക് വിട്ടുതരാം. ഇതാണ് ഇന്നത്തെ പാഠത്തിലെ വർക്ക്. പിന്നെ ക്ലാസ് കേൾക്കുമ്പോൾ എല്ലാ കുട്ടികളും കേട്ട് കഴിഞ്ഞാൽ പേര് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ആരൊക്കെ ക്ലാസ് കേട്ടു എന്നറിയാലോ. ഓക്കെ, താങ്ക് യു വെരി മച്ച്.